ബംഗ്ലാദേശ് വീണ്ടും സംഘർഷഭരിതം. ഷെയ്ഖ് ഹസീന ഭരണം അട്ടിമറിക്കപ്പെടുന്നതിന് കാരണമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലെ പ്രമുഖ നേതാവും ഇൻഖുലാബ് മഞ്ച് വക്താവുമായ ഷെരീഫ് ഉസ്മാൻ ഖാദിയുടെ മരണവാർത്ത പുറത്തുവന്നതോടെയാണ് ധാക്കയിലും പ്രധാന നഗരങ്ങളിലും വ്യാപക പ്രതിഷേധം അരങ്ങേറുന്നത്. ബംഗ്ലാദേശിലെ പ്രമുഖ പത്രങ്ങളായ ദി ഡെയിലി സ്റ്റാർ, പ്രോത്തോമലോ എന്നിവയുടെ ഓഫീസുകൾക്ക് പ്രക്ഷോഭകാരികൾ തീയിട്ടു. ബംഗ്ലാദേശ് സ്ഥാപക പ്രസിഡന്റ് ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ ധാക്കയിലുള്ള വീടിനു നേരെയും ആക്രമണം നടത്തി. ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനുസ് ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ഈ മാസം 12-നാണ് ധാക്കയിൽ പ്രചാരണ റാലിക്കിടെ ഉസ്മാൻ ഖാദിക്ക് നേരെ അജ്ഞാതൻ വെടിയുതിർത്തത്. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. യുവാക്കൾക്കിടയിൽ വലിയ പിന്തുണയുള്ള ഖാദി ഫെബ്രുവരിയിൽ നിശ്ചയിച്ചിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.